നമസ്കാരം. മൈഫിൻ ബഡ്ജറ്റ് പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഇടക്കാല ബഡ്ജറ്റായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒട്ടേറെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. 13ാമത്തെ ഇടക്കാല ബഡ്ജറ്റാണ് ഇപ്പോൾ ധനമന്ത്രി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റിന്റെ വിവിധ മേഖലകളെ അപഗ്രഥിക്കുന്ന ഈ പരിപാടിയിൽ എന്നോടൊപ്പം അനില എസ് സ്റ്റുഡിയോയിലുണ്ട്. നികുതി വിദഗ്ധനായ അഡ്വക്കേറ്റ് ഹരിഹരൻ, ധനകാര്യ ബാങ്കിംഗ് വിദഗ്ധനായ കെ ബാബു, ഓഹരി വിപണിയിൽ ബഡ്ജറ്റ് വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മൈഫിൻ ഇൻഹൗസ് എക്സ്പേർട്ടായ പ്രദീപ് ചന്ദ്രശേഖർ എന്നിവരും ഓൺലൈനിൽ ചേരും. ഇനി നമുക്ക് ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നോക്കാം. ബഡ്ജറ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയത് വൻ മുന്നേറ്റമെന്ന് പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഈ മുന്നേറ്റത്തിന് പ്രധാനമന്ത്രി മോദിയെ ധനമന്ത്രി അഭിനന്ദിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിൽ സർക്കാർ ഒട്ടേറെ നടപടികൾ എടുത്തിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സർക്കാർ മുൻഗണന നൽകിയെന്ന് ധനമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു. 4 കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകിയിട്ടുണ്ട്. ഇതിനുവേണ്ടി പ്രത്യേകം ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. 34 ലക്ഷം കോടി രൂപ PM ജൻധൻ അക്കൗണ്ട് വഴി വിതരണം ചെയ്തിട്ടുണ്ടെന്നും ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കൂടാതെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ധനമന്ത്രി ഇത്തവണത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാവപ്പെട്ട കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങളെന്നും ധനമന്ത്രി വ്യക്തമാക്കി. PM ആവാസ് യോജന വഴി 70% സ്ത്രീകൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുക എന്നുള്ള പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കി എന്ന് ധനമന്ത്രി പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തി. 75 ലക്ഷം ചെറുകിട കച്ചവടക്കാർക്കും കർഷകർക്കും സഹായം ലഭിച്ചു. ഒരു നിക്ഷേപ സൗഹൃദ രാജ്യമായി ഇന്ത്യ മാറി. ജനങ്ങളുടെ ശരാശരി വരുമാനത്തിൽ ഏതാണ്ട് 50% വർധനവുണ്ടായി എന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. വിലക്കയറ്റം നിയന്ത്രിക്കാനായെന്ന് പറഞ്ഞു. അതോടൊപ്പം പശ്ചാത്തല സൗകര്യ വികസനത്തിൽ റെക്കോർഡ് നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. GSTയിലൂടെ രാജ്യം മുഴുവൻ ഒറ്റ വിപണിയാക്കുക എന്നുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യം നേടാനായി ആധുനിക സാങ്കേതിക വിദ്യകൾ കാർഷിക രംഗത്ത് നടപ്പാക്കിയെന്നതും ഈ ഗവൺമെന്റിന് നേട്ടമായി ധനമന്ത്രി എടുത്തു പറഞ്ഞു. G20 ഇന്ത്യയുടെ അഭിമാനം ഉയർത്തി എന്നുള്ളതും ധനമന്ത്രി സൂചിപ്പിച്ചു. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റെക്കോർഡ് വേഗത്തിലാക്കാൻ കഴിഞ്ഞു. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇടനാഴി ഈ കാര്യത്തിൽ ഒരു വഴിത്തിരിവാകും എന്നുള്ളതും ധനമന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പദ്ധതി എല്ലാ ആശാ വർക്കർമാരിലേക്കും അംഗൻവാടി ജീവനക്കാരിലേക്കും വ്യാപിപ്പിക്കുമെന്നൊരു പ്രഖ്യാപനം ധനമന്ത്രി നടത്തി. ഗർഭിണികൾക്കും ശിശുക്കൾക്കും വേണ്ടിയുള്ള പുതിയ പദ്ധതിയും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതൊരു പുതിയ ലോകക്രമത്തിൻ്റെ തുടക്കമാണെന്ന് കൂടി ധനമന്ത്രി അവകാശപ്പെട്ടു. നാനോ സാങ്കേതിക വിദ്യ കാർഷിക രംഗത്ത് വിപുലമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് കാർഷിക രംഗത്ത് പുതിയതായി അവതരിപ്പിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ഉൽപ്പന്ന ക്ഷമത ഉയർത്താൻ വേണ്ടിയിട്ട് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. വാടക വീടുകൾ, ചേരികൾ എന്നിവിടങ്ങളിൽ കഴിയുന്നവർക്കായി പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി കിസാൻ യോജന 38 ലക്ഷം കർഷകർക്ക് ഇതിനോടകം നേട്ടം നൽകിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ 10 ലക്ഷം തൊഴിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ നടപടികൾക്ക് തുടർച്ചയുണ്ടാകുമെന്നും ധനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ അവകാശപ്പെട്ടു. റെയിൽവേയിൽ 3 പ്രധാന കോറിഡോറുകൾ വരുമെന്നുള്ളതാണ് റെയിൽവേ സംബന്ധിച്ചുള്ള പ്രധാന പ്രഖ്യാപനം. വന്ദേ ഭാരത് തലത്തിലേക്ക് 4000 ബോഗികൾ കൂടി കൂട്ടിച്ചേർക്കും. മൂലധന ചെലവിടൽ അടുത്ത വർഷത്തെ അടങ്കൽ തുകയിൽ 11.1% വർധനവുണ്ടായിട്ടുണ്ട്. 11.11 ലക്ഷം കോടി രൂപയായി ഇത് ഉയർത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം 5 പുതിയ ഇൻ്റഗ്രേറ്റഡ് മത്സ്യ പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 1000 പുതിയ വിമാനങ്ങൾ എത്തും എന്നും ധനമന്ത്രി പറഞ്ഞു. 3 പ്രമുഖ റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചു. ഇതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നാണ് ധനമന്ത്രി അവകാശപ്പെടുന്നത്. സ്പിരിച്വൽ ടൂറിസത്തിൽ പ്രാദേശിക സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി കൊണ്ടുവരും. ടൂറിസം മേഖലയിൽ ഇതുകൂടാതെ കൂടുതൽ നിക്ഷേപങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും സൃഷ്ടിക്കും. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് കോർപ്പസ് ലോൺ ലഭ്യമാക്കും. 50 വർഷത്തെ പലിശരഹിത വായ്പയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബയോ മാനുഫാക്ചറിങ്ങിനും പുതിയ പദ്ധതി വന്നിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുമെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു.
ഇപ്പോൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വളരെ ലിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ജെയിംസ് നമ്മളോടൊപ്പം പങ്കുവെച്ചിട്ടുള്ളത്. അതിലിപ്പോൾ എടുത്തു പറയേണ്ടത് ഏറ്റവും, അതായത് വോട്ട് ഓൺ അക്കൗണ്ട് ബഡ്ജറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും പൊതു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2 മാസങ്ങൾക്ക് മാത്രം അകലെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനപ്രിയ പദ്ധതികൾക്കായിരിക്കും സർക്കാർ മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നിർമ്മലാ സീതാരാമന്റെ പ്രസംഗം അവലോകനം ചെയ്താലും നമുക്ക് അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് നടത്തേണ്ടിയും ഇരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഈ ഒരു പദ്ധതിയിൽ കാര്യമായിട്ട് വളരെ സ്ട്രക്ചറലായിട്ടുള്ള വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകില്ല, പകരം ജനപ്രിയ പദ്ധതികളായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട, ഇപ്പം നേരത്തെ ജെയിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽവേ, ഡിഫൻസ്, മത്സ്യബന്ധനം, കാർഷികം തുടങ്ങിയ വിവിധ മേഖലകളിൽ അടിസ്ഥാന തലത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടുന്ന പദ്ധതികൾ തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഈ ഒരു പദ്ധതിയിൽ, ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും അധികം നിക്ഷേപകരും അതുപോലെ അനലിസ്റ്റുമാരും ഒക്കെ സൂചിപ്പിച്ചിരുന്നത് ക്യാപെക്സ്, അതായത് മൂലധന ചെലവിനായിട്ട് എത്രത്തോളം തുക വകയിരുത്തും എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ 2023 ബഡ്ജറ്റ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സർവകാല ഉയരത്തിലായിരുന്നു ബഡ്ജറ്റിന്റെ ഈ ഒരു മൂലധന ചെലവിന്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനായിട്ട് മാറ്റിവെച്ചിരുന്ന തുക എന്ന് പറയുന്നത് 10 ലക്ഷം കോടി രൂപയിലധികമായിരുന്നു. വാർഷികാടിസ്ഥാനത്ത് ഏകദേശം കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വർഷവും 10% വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തിലേക്ക് എത്തുന്നത് 10 ലക്ഷം കോടി രൂപയിലേക്കാണ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ നോക്കുകയാണെങ്കിലും ക്യാപെക്സിൽ ഏകദേശം 11.11%, അതായത് 2023 ബഡ്ജറ്റിൽ നിന്നും 11.11% വർധനയോട് കൂടിയാണ് ഇപ്പോൾ മൂലധന ചെലവിനായിട്ട് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ വകയിരുത്തിയിരിക്കുന്നത്. 11.11 ലക്ഷം കോടി, കഴിഞ്ഞ വർഷത്തിൽ 10 ലക്ഷം കോടിയിൽ നിന്ന് അത് 11.11 ലക്ഷം കോടി രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. 10.3 ലക്ഷം കോടി രൂപ ആയിരിക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനായിട്ട് വകയിരുത്തുക എന്നാണ് ഈ പല അനലിസ്റ്റുമാരും വിശ്വസിച്ചത്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് വീണ്ടും ഒരു റെക്കോർഡ് വളർച്ച തന്നെയാണ് ഇപ്പോൾ ക്യാപെക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ടോട്ടൽ ജി ഡി പിയുടെ 3.4% ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്കായിട്ട് മാറ്റിവെക്കും എന്ന് കൂടി ചേർത്തിട്ടുണ്ട്. അതായത് ഇനിയും ഇന്ത്യ 2047 കൂടി അമൃതകാൽ പദ്ധതിയുടെ ഭാഗമായിട്ട് പുതിയ ഒരു ഡെവലപ്ഡ് നേഷൻ അഥവാ വികസിത രാജ്യം എന്നൊരു ലേബലിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് 4% ആണ് ജി ഡി പിയുടെ ഇൻഫ്രാസ്ട്രക്ചർ, 3.4% ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്കായിട്ട് ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്നത് വിവിധ മേഖലകൾ, ഒരു മേഖല എന്ന് പറയാൻ സാധിക്കില്ല. ഒരു ധനമന്ത്രിയുടെ പ്രസംഗം തന്നെ അവലോകനം ചെയ്താൽ 4 പ്രധാനപ്പെട്ട കാറ്റഗറീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് പൂവർ, ദരിദ്ര, രണ്ടാമത്തേത് യൂത്ത്, മൂന്നാമത്തേത് വിമൻ, നാലാമത്തേത് ഫാമേഴ്സ്. ഈ 4 സെഗ്മെന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ 4 സെഗ്മെന്റിന്റെ വളർച്ചയിലൂടെ മാത്രമേ 2047 വികസിത രാജ്യം എന്നൊരു ലേബലിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു വെക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റു ചില റെയിൽവേയിലേക്ക് തന്നെ പറയുകയും, റെയിൽവേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി തന്നെ റെയിൽവേ മേഖലയിൽ വലിയ തോതിൽ കഴിഞ്ഞ വർഷവും വളരെ വലിയ തോതിലുള്ള തുക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണയും അതിന് വലിയ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, വീണ്ടും ബഡ്ജറ്റ് അലോക്കേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം 40,000 നോർമൽ ട്രെയിനുകൾ ഇപ്പോൾ വന്ദേ ഭാരതിന്റെ വാഗൺസ് ആക്കി മാറ്റുമെന്നാണ് പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായിട്ടും റെയിൽവേ മേഖലയിലെ ഓഹരികളിലും അതുപോലെ റെയിൽവേ മേഖലയ്ക്ക് വലിയ തരത്തിലൊരു ഉത്തേജനമാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ നടന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡിഫൻസ് മേഖലയിലേക്ക് വരികയാണെങ്കിലും ഡിഫൻസിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ വലിയ തോതിലൊരു പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള വിവിധ കമ്പനികളെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമായിട്ട് ധാരാളം പദ്ധതികളും പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഗ്രീൻ എനർജി അഥവാ ഒരു ക്ലീൻ എനർജി റിഫോംസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സോളറൈസേഷൻ, അതായത് റൂഫ് ടോപ്പ് സോളറൈസേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് 300 യൂണിറ്റ് വൈദ്യുതി ഓരോ വീടിനും ഫ്രീ ആയിട്ട് ലഭിക്കും എന്ന് കൂടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അതിലേകദേശം 1 കോടിയിലധികം ജനങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ ഈ മേഖലയിൽ, അതായത് പ്രത്യേകിച്ചും ഗ്രീൻ എനർജിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലൊക്കെ വലിയ തോതിലുള്ള ഒരു ഉത്തേജനവും അല്ലെങ്കിൽ അവരുടെ ഓഹരികളിലൊക്കെ വലിയ തോതിലൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു മേഖല ഇൻഷുറൻസ്
ഇൻഷുറൻസ് ആണ് ആയുഷ്മാൻ ഭാരതിലേക്ക് ഒരു സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ടിട്ടുള്ള അംഗൻവാടി വർക്കേഴ്സിനും അതുപോലെ ആശാ വർക്കേഴ്സിനും ഉൾപ്പെടുത്തും എന്നുകൂടി ചേർത്തിട്ടുണ്ട്. വലിയ തോതിലൊരു മാസ് ഇൻവോൾവ്മെന്റ് ആണ് ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയ്ക്ക് വരാൻ പോകുന്നത്. ഏതായാലും മറ്റ് ഡീറ്റെയിൽസ് കൂടി നമുക്ക് കടന്നു നോക്കാം. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ് ആദായ നികുതി ഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. ആ വിഷയത്തിൽ ധനമന്ത്രി ഇതേവരെ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. GSTയിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നുണ്ട്. GST വഴി രാജ്യത്തെ ഒറ്റ വിപണിയാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നാണ് ധനമന്ത്രി അവകാശപ്പെടുന്നത്. ആദായ നികുതി സ്ലാബിൽ 10 വർഷത്തെ നികുതി ഘടനയിൽ നികുതി ശേഖരണം ഇരട്ടിയായി എന്ന് ധനമന്ത്രി പറയുന്നുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് വിശദമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് ടാക്സ് എക്സ്പേർട്ടായ അഡ്വക്കേറ്റ് ഹരിഹരൻ നമ്മോടൊപ്പം ചേരുന്നു. ബഡ്ജറ്റിൽ സാമ്പത്തിക മേഖലയിൽ ഈ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ധനമന്ത്രി ഒട്ടേറെ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ടാക്സ് ഘടനയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇതേവരെ പ്രഖ്യാപിച്ചിട്ടില്ല. GST ശേഖരണത്തിൽ റെക്കോർഡ് ഇട്ടിട്ടുണ്ട് എന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ? ഒരു രാജ്യം ഒരു നികുതി സാധ്യമാക്കി എന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞത് കുറച്ച് വിചിത്രം തന്നെയാണ്. കാരണം പെട്രോളും ഡീസലും GSTയിലേക്ക് കൊണ്ടുവരുവാനുള്ള നിയമ സൗകര്യം GST പാർലമെന്റിൽ 7 വർഷം മുമ്പ് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഇതുവരെയും ആ GSTയിലേക്ക് പെട്രോൾ ഡീസൽ കൊണ്ടുവരുന്ന ഒരു കാര്യം ഇതുവരെയും ചർച്ച ചെയ്ത് കേട്ടില്ല. അത് വന്നിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു രാജ്യം ഒരു നികുതി എന്ന ഘടനയിലേക്ക് എത്തി എന്ന് പറയുന്നതായിരുന്നു കുറച്ച് ഉത്തമം. അതിനിപ്പോ പ്രഖ്യാപിക്കുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും GSTയിലുള്ള കാതലായ പ്രശ്നങ്ങളെ ഈ ബഡ്ജറ്റിന്റെ ഈ സമയം വരെയും അനലൈസ് ചെയ്തതായിട്ട് കാണുന്നില്ല. ആദായ നികുതി പരിധിയിൽ മാറ്റമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആദായ നികുതി ഘടനയിൽ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അത് ഇതുവരെയും അതിന്റെ പ്രഖ്യാപനങ്ങളിൽ വന്നതായി കണ്ടില്ല. ചിലപ്പോ ഇനി അങ്ങോട്ടുള്ള ബഡ്ജറ്റിന്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, എല്ലാ വർഷവും ബഡ്ജറ്റിന്റെ തലേ ദിവസം അതുവരെയുള്ള എക്കണോമിക് സർവേയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഈ കൊല്ലം ഈ തവണത്തെ ബഡ്ജറ്റിന്റെ തലേന്ന് ഇന്നലെ അത്തരം ഒരു പ്രഖ്യാപനം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഉള്ള പല പ്രശ്നങ്ങൾക്കും ഒരു റേഷ്യോ ബേസിൽ ഉത്തരം പറയാൻ ചിലപ്പോ സർക്കാരിന് കഴിയുമായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു പ്രഖ്യാപനം വരാതിരുന്നത്. അതൊക്കെ GST കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കുറവായിരുന്നു, ഈ മാസം അത് കൂടി. എന്നിരുന്നാൽ പോലും ഒരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ബഡ്ജറ്റിന്റെ ഭാഗങ്ങൾ കേൾക്കണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ശ്രീ ഹരിഹരൻ, അത് തീർച്ചയായും ശരിയാണ്. എങ്കിൽ പോലും ഇതുവരെ നികുതി ഘടനയിൽ പ്രത്യക്ഷ പരോക്ഷ നികുതികൾ മാറ്റമില്ലാതെ തുടരുമെന്നാണ് ഇതുവരെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നികുതി ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാലും കോർപ്പറേറ്റ് നികുതി 22% കുറച്ച ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അത് കോർപ്പറേറ്റ് മേഖലയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും? കോർപ്പറേറ്റ് മേഖല നികുതി കുറയ്ക്കുന്നത് ഒരു വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ പോലെ ഇന്ത്യയിലെ ഒരു സാമ്പത്തിക അവസ്ഥയും ഒക്കെ തന്നെ ഈ ചെറിയ വ്യവസായ മൈക്രോ ലെവലിലുള്ള വ്യവസായങ്ങളെ കോർപ്പറേറ്റ് ലെവലിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡിന്റെ ഒക്കെ പ്രവർത്തനം കൊണ്ട് എല്ലാവരും പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് പോകുമ്പോൾ ഈ പാർട്ണർഷിപ്പ് പ്രൊപ്രൈറ്ററി കൺസേണിന്റെ പ്രസക്തി പോകും. തീർച്ചയായും അത് ഒരു വിധത്തിൽ സ്വാഗതം ചെയ്യാവുന്നതാണ്. എല്ലാവരും തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് കടക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബാങ്കും ഒക്കെ തന്നെ ഇപ്പോ കൺസോർഷ്യം ബേസിൽ ലോൺ ഒക്കെ കൊടുക്കുന്ന ബാങ്കുകളൊക്കെ തന്നെ അത്തരത്തിലുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ലോൺ കൊടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഫിനാൻസ് ചെയ്യാം, റേഷ്യോ ഒന്നും നോക്കാതെ എന്നുള്ള ഒരു സ്റ്റാൻഡൊക്കെ ഒരുപക്ഷെ നന്നായിരിക്കാം. പക്ഷെ പൂർണ്ണമായിട്ടും ആ ബഡ്ജറ്റിന്റെ ഒരു കുറച്ചും കൂടി കേട്ട് കഴിഞ്ഞാലേ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലായി പറയാൻ കഴിയും. വളരെ കൃത്യമായ നിരീക്ഷണമാണ്.
അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ധനമന്ത്രി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ടാക്സ് റിട്ടേൺ കൂടുതൽ ലളിതമാക്കുമെന്ന്. ടാക്സ് റിട്ടേണിൻ്റെ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതികളിൽ നിന്ന് മാറ്റം വരുമെന്ന് ഒരു സൂചന ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപനത്തിനകത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് ഏത് തരത്തിൽ ടാക്സ് പിന്നെ നികുതി പിരിവിനെ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ നികുതി പിരിവിനെ വേഗത്തിലാക്കാൻ സഹായിക്കും എന്നാണ് കരുതുന്നത്? തീർച്ചയായും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഞങ്ങളടക്കമുള്ള ഒരുപാട് പ്രൊഫഷണൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. റിട്ടേൺ ഫോംസ് സിംപ്ലിഫൈ ചെയ്യണം. അത് GSTയിലായാലും ഇൻകം ടാക്സിന്റെ ആയാലും ഒക്കെ തന്നെ റിട്ടേൺ ഫോംസ് ഒരു പ്രൊഫഷണലിന് മാത്രം ഫില്ല് ചെയ്യാൻ പാകത്തിനാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറി ഒരു ഓണ്ടർപ്രൈനർക്ക് കൂടി പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലേക്ക് അത് മാറ്റുന്നത് തീർച്ചയായും സ്വാഗതാർഹമാണ്. അത് നല്ലത് തന്നെയാണ്. ട്രാൻസ്പെറന്റ് എക്കണോമിയിലേക്കുള്ള ഒരു അല്ലെങ്കിൽ നികുതി മേഖലയിലുള്ള ഒരു കുറച്ച് ട്രാൻസ്പെറൻസിക്കും അത് കാരണമാകും. ശരി, അഡ്വക്കേറ്റ് ഹരിഹരൻ, ദയവായി ലൈനിൽ തുടരുക. വളരെ കൃത്യമായ നിരീക്ഷണങ്ങളാണ്. അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ്, സോവറിംഗ് വെൽത്ത്, പെൻഷൻ ഫണ്ട് നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് നികുതി നേട്ടം നൽകുമെന്നാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ലക്ഷദ്വീപിൽ പുതിയ തുറമുഖം വരുന്നുണ്ട്. 7 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി ഇല്ല എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. ഈ സ്ഥിതി തുടരുമെന്നാണ് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറക്കുമതി തീരുവയിലും മാറ്റമില്ല. നികുതി റീഫണ്ട് 10 ദിവസത്തിനുള്ളിൽ നടപ്പാക്കുമെന്നൊരു പ്രധാന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ബഡ്ജറ്റിൻ്റെ ബാങ്കിങ് മേഖലയിൽ ഈ ബഡ്ജറ്റ് കൊണ്ടുണ്ടാകാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ബാങ്കിങ് എക്സ്പേർട്ടായ കെ ബാബു നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ശ്രീ കെ ബാബു, എന്തൊക്കെയാണ് ഈ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ബാങ്കിങ് മേഖലയ്ക്ക് ഗുണകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ? ബജറ്റിന്റെ ഫിനാൻസ് ബജറ്റ് പ്രസന്റേഷൻ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതുവരെ ബജറ്റിൽ ഡിസ്കഷൻ ബാങ്കുകളെ നേരിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങളോ ബാധിക്കുന്ന നേരിട്ട് ബജറ്റിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ബാങ്കിങ് മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഒന്ന് ബാങ്കിലെ അവൈലബിൾ ലിക്വിഡിറ്റി, ബാങ്കുകളുടെ ആ ലിക്വിഡിറ്റിയുടെ ഡിമാൻഡ് സിസ്റ്റത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ബാങ്കുകൾക്ക് മൊബിലൈസേഷൻ ഉള്ള ഇതിന്റെ പ്രൈസിംഗ് സിറ്റുവേഷൻ, അതുപോലെ ബാങ്ക് കിട്ടുന്ന വായ്പകളുടെ ഒരു രീതി എന്തായിരിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു സംബന്ധിച്ചിടത്തോളം ഒരു ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നത് കൊണ്ട് ശ്രീ ബാബുവിലേക്ക് വീണ്ടും തിരികെ വരാം. ബഡ്ജറ്റിലെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നോക്കാം. സ്റ്റാർട്ടപ്പുകൾക്കുള്ള നികുതി ആനുകൂല്യങ്ങൾ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ്, സോവറിംഗ് വെൽത്ത്, പെൻഷൻ ഫണ്ട് നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് നികുതി നേട്ടം നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കൽക്കരി ഗ്യാസിഫിക്കേഷനും ദ്രവീകരണ ശേഷിയും 100 മെട്രിക് ടൺ 2030 സ്ഥാപിക്കുമെന്നതാണ് ബഡ്ജറ്റിലെ മറ്റൊരു പ്രഖ്യാപനം. ഇത് പ്രകൃതിവാതകം, മെഥനോൾ, അമോണിയ എന്നിവയുടെ ഇറക്കുമതി കുറയ്ക്കാൻ സഹായിക്കും. 34 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം കടമെടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ടും പ്രഖ്യാപനത്തിൽ ധനമന്ത്രി സംസാരിച്ചിരുന്നു. ബഡ്ജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് ഓഹരി വിപണിയിൽ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഓഹരി വിപണിയിൽ കാര്യമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ബഡ്ജറ്റിന് കഴിഞ്ഞിട്ടില്ല. ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ ഓഹരി വിപണി ഇപ്പോൾ നിക്ഷേപകർ ഗിവപ്പ് ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഈ ഒരു ഇടക്കാല ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. നേരത്തെ നിക്ഷേപകരും ഒക്കെ സൂചിപ്പിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇടക്കാല ബഡ്ജറ്റാണ്. 2024 ജൂലൈയിൽ ഒരു ഫുൾ ബഡ്ജറ്റ്, പുതിയൊരു സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഒരു ഫുൾ ബഡ്ജറ്റ് വരാനിരിക്കെ ഈ ഒരു ബഡ്ജറ്റിൽ സ്ട്രക്ചറലി ചേഞ്ചസ് വരുന്ന വലിയ തോതിലുള്ള പദ്ധതികൾ ഉണ്ടാകില്ല എന്ന് നേരത്തെ നിക്ഷേപകരും സൂചിപ്പിച്ചിട്ടുണ്ട്. നിർമ്മലാ സീതാരാമൻ തന്നെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ വിപണി ഇപ്പോൾ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലേക്ക് മാറിയിരിക്കുന്നത്. ബഡ്ജറ്റിന്റെ പ്രഖ്യാപനത്തിന് ആരംഭഘട്ടത്തിൽ വളരെ പോസിറ്റീവായിട്ടൊരു ബുൾസിനൊരു നേരിയ തോതിലൊരു ഡൊമിനൻസ് കാണാൻ സാധിച്ചു വരുന്നു എങ്കിൽ പോലും വീണ്ടും ഇപ്പോൾ ബിയേഴ്സ് തിരികെ കയറുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ 0.18% ഇടിവിൽ 21,686.5 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഇൻട്രാഡേ ഹൈ നോക്കുകയാണെങ്കിൽ 21,832.95 എന്നൊരു റേഞ്ച് വരെ എത്തിയിരുന്ന വിപണിയാണ് ഇപ്പോൾ ആ ഒരു 21,700 എന്നൊരു റേഞ്ചും കൈവിട്ടുകൊണ്ട് 21,658.75 എന്നൊരു നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്.
സർപ്പേസിംഗ് ആയിട്ടുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർപ്പേസിംഗ് ആയിട്ടുള്ള വലിയ തോതിലുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് നിക്ഷേപകരെ ഒരല്പം നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഏവരും പ്രതീക്ഷയോടെ നോക്കിയിരുന്നത് ഡിഫൻസ്, അതിനോടൊപ്പം തന്നെ റെയിൽവേ മേഖലയിലെ ഓഹരികൾ തന്നെയാണ്. അത് വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും കാതലായ മാറ്റങ്ങൾ വരത്തക്കത്തുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചില്ല എന്നുള്ളൊരു ശ്രദ്ധേയം തന്നെയാണ്. ഏകദേശം വന്ദേ ഭാരതിനെ സംബന്ധിച്ച് പറയാൻ 40,000 നോർമൽ വാഗൺസ് ഒരു പുതിയ വന്ദേ ഭാരത് വാഗൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ 3 റെയിൽവേ ഇടനാഴികളും കൂടി പ്രഖ്യാപിച്ചു എന്നുള്ളത് ഒഴികെ റെയിൽവേ മേഖലയ്ക്ക് വലിയ തോതിൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് വരുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളോ വലിയ തോതിലുള്ള ഫണ്ട് അലോക്കേഷനോ വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരതിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾ, അതായത് ആശാ വർക്കേഴ്സിനെയും അതിനോടൊപ്പം തന്നെ അംഗൻവാടി ടീച്ചർമാരെയും ഉൾപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും വലിയ തോതിലൊരു മാസ് ഇൻക്ലൂഷൻ ആണ് ഇൻഷുറൻസ് മേഖലയ്ക്ക് വരാനിരിക്കുന്നത്. ഇൻഷുറൻസ് മേഖലയ്ക്ക് വരികയാണെങ്കിൽ പോലും വലിയ തോതിലൊരു വലിയ വ്യത്യാസം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പല ഇൻഷുറൻസ് കമ്പനികളും ഇപ്പോൾ തീരെ തോതിലൊരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഗ്രീൻ എനർജിക്ക്, അതായത് ഗ്രീൻ എനർജി എക്കോസിസ്റ്റം അടിസ്ഥാനപരമായിട്ട് തന്നെ വലിയ മാറ്റം വരുത്തും, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകും എന്ന് കൂടി ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആ മേഖലയ്ക്കും നേരിയൊരു ഉണർവ് ഉണ്ടായി എങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു മാറ്റം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും റെയിൽവേ സ്റ്റോക്സിന്റെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് ഒന്ന് നോക്കാം. റെയിൽവേ സ്റ്റോക്സ് നിലവിൽ തുടക്കത്തിൽ, അതായത് ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷൻ ആരംഭിച്ച സമയത്ത് വലിയ തോതിൽ ഒരു ബുള്ളിഷ് മൊമെന്റം കണ്ടിരുന്ന ഓഹരികൾ ഇന്നിപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്കാണ് വഴുതി വീണിരിക്കുന്നത്. ഭൂരിഭാഗം ഓഹരികളും ഇപ്പോൾ ഇടിവിൽ തുടരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇർക്കോണിന്റെ ഓഹരികൾ 1.6% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ IRFCയുടെ ഓഹരികൾ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. RITSന്റെ തുടക്കം മുതൽ ഈ ഒരു റാലിയിൽ, അതായത് ഇന്ന് രാവിലെ ഒരു ബുള്ളിഷ് മൊമെന്റം, മറ്റ് റെയിൽവേ ഓഹരികളിലെല്ലാം ഒരു ബുള്ളിഷ് മൊമെന്റം സൃഷ്ടിച്ചപ്പോൾ RITSന്റെ ഓഹരികളിലാണ് വലിയ തോതിലൊരു മൊമെന്റം സൃഷ്ടിക്കാൻ സാധിക്കാതിരുന്നതും സെല്ലിംഗ് പ്രഷർ നേരിട്ടതും ഇപ്പോൾ ആ ഒരു സെല്ലിംഗ് പ്രഷർ വർദ്ധിച്ചിരിക്കുകയാണ്. ഏകദേശം 3% ഇടിവിലാണ് ഇപ്പോൾ RITSന്റെ ഓഹരികൾ. അതിനോടൊപ്പം തന്നെ RVNL, ടിറ്റഗർ റെയിൽ തുടങ്ങിയ ഓഹരികളിലെല്ലാം തന്നെ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. നിലവിൽ 40,000 വാഗൺസ് വന്ദേ ഭാരത് വാഗൺസ് ആയി മാറുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിഷ്യറി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് ജുപ്പിറ്റർ വാഗൺസ് ആണ്. നിലവിൽ ജുപ്പിറ്റർ വാഗൺസിൽ ഇപ്പോൾ നമുക്കൊരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചുള്ള ഗ്രീൻ എനർജിയിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഗ്രീൻ എനർജിയുടെ എക്കോസിസ്റ്റം വിപുലീകരിക്കുന്നതും അതിന് വേണ്ടുന്ന ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നതും അതിനോടൊപ്പം തന്നെ EV മേഖലയ്ക്കായിട്ട്, ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ മേഖലയ്ക്കായിട്ട് വലിയ തോതിൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാകും എന്ന് കൂടി പ്രഖ്യാപിച്ചത് ഈ മേഖലയിലെ ഓഹരികൾക്ക് വലിയ തോതിലൊരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ NTPCയുടെ ഓഹരികൾ 0.91% നേട്ടം നൽകുമ്പോൾ KPI ഗ്രീൻ എനർജി 7.38% നേട്ടത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ സ്വിസ്ലോണിന്റെ ഓഹരികളിലും 5% നേട്ടമാണ് നമുക്കിപ്പോൾ കാണുന്നത്. വെബ്സോൾ എനർജി സിസ്റ്റത്തിലും 5% നേട്ടം നല്ലത്. ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരികളിൽ വലിയൊരു പോസിറ്റീവ് ഉണർവ് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ബഡ്ജറ്റിൽ റെയിൽവേക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും റെയിൽവേ ഓഹരികളിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. എന്നാൽ കാര്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായൊരു നിരീക്ഷണമാണ്. അതോടൊപ്പം തന്നെ ടെക്നോളജി മേഖലയിൽ ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നു എന്നൊരു ധാരണയുണ്ടായിരുന്നു. ടെക്നോളജിക്ക് ബഡ്ജറ്റ് തീർച്ചയായും ഊന്നൽ നൽകിയിട്ടുണ്ട്. ടെക്നോളജി മേഖലയ്ക്ക് 1100 കോടിയുടെ പലിശരഹിത വായ്പ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം 50 വർഷത്തേക്കാണ് ഈ പലിശരഹിത വായ്പ നൽകുന്നത്. ഇത് ടെക്നോളജി മേഖലയിൽ ഒരു പുതിയ ഉണർവിനുള്ള സാധ്യതയുണ്ട്. TCSന്റെയും മറ്റു ഓഹരികൾ മുന്നേറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഇടിവ് നേട്ടം നൽകിയിരുന്ന ഓഹരികളായിരുന്നു TCS. ഇപ്പോൾ TCSൽ ആ ഒരു നേട്ടം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. 1.68% നേട്ടമാണ് TCS നൽകുന്നത്. എന്നാൽ മറ്റുള്ള മെഗാ ക്യാപ് ഓഹരികളായിട്ടുള്ള വിപ്രോ, അതിനോടൊപ്പം തന്നെ ടെക് മഹീന്ദ്ര, ഇൻഫോസിസ് തുടങ്ങിയ ഓഹരികളിലൊന്നും വലിയ തോതിലൊരു പോസിറ്റീവ് മൊമെന്റം അല്ലെങ്കിൽ വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇൻഫോസിസിലേക്ക് വരികയാണെങ്കിൽ 0.2% വളരെ നേരിയ നേട്ടം മാത്രമാണ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം വിപ്രോയിലേക്ക് വരികയാണെങ്കിൽ 1.16% ഇടിവുമാണ് രേഖപ്പെടുത്തുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റുള്ള
ഓഹരി HCL ടെക്കിലേക്ക് വരികയും 0.12% വളരെ ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിലുള്ളൊരു ഇടിവ് അല്ലെങ്കിൽ ആ ഒരു പ്രകടനം മാത്രമാണ് നടത്താൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെക്നോളജി മേഖലയിൽ ഇത്തരത്തിലുള്ളൊരു പലിശരഹിത വായ്പകൾ ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും അത് സ്വാഭാവികമായിട്ടും ഏറ്റവും അധികം പ്രയോജനപ്പെടുക മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരികൾക്കാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം വിപ്രോ പോലെ അല്ലെങ്കിൽ വിപ്രോ ഇൻഫോസ് പോലെയുള്ള ഓഹരികളിലെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു പലിശ അല്ലെങ്കിൽ പലിശരഹിത വായ്പ എന്ന് പറയുന്നത് അവരുടെ ഒരു കാരണം ഓൾറെഡി അവർ ഡെവലപ്ഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഇത്തരത്തിലുള്ള വായ്പയുടെ വലിയ ആവശ്യം അവർക്ക് വരുന്നില്ല. എന്നാൽ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്പേസിൽ പെടാത്തല്ല, അതുപോലെ തന്നെ പേഴ്സസ് തുടങ്ങിയ പോലുള്ള ഓഹരികൾ മിഡ് ക്യാപ് സ്പേസിലുള്ള ഓഹരികൾക്കൊക്കെ ആയിരിക്കും വലിയ തോതിലൊരു ഉണർവ് അല്ലെങ്കിൽ വലിയ തോതിലൊരു സഹായമാവുക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം ഇപ്പോൾ IT മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ IT മേഖലയിൽ IT മേഖലയുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ജനുവരി തുടങ്ങിയതിന് ശേഷം കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ചില സമയങ്ങളിൽ ചില ട്രേഡിംഗ് സെഷനിൽ വളരെയധികം ഉയർന്ന ഓഹരി വീണ്ടും ആഗോള തലത്തിലും അതുപോലെ ആഭ്യന്തര തലത്തിലും വിവിധ സാഹചര്യങ്ങൾ മൂലം ഇടിവിൽ തുടരുന്നൊരു പ്രവണത, വലിയ തോതിൽ മുന്നേറ്റം നടത്താൻ സാധിക്കാത്തൊരു പ്രവണത കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ LTI, മൈൻട്രി, കോഫോർജ്, LTTS തുടങ്ങിയ ഓഹരികളെല്ലാം 1% അധികം ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും പറയേണ്ടിയിരിക്കുന്നു. ഇനി ഏതായാലും FMCG മേഖലയിലേക്ക് കൂടി ഒന്ന് നോക്കാം. കാരണം FMCG മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് FMCG മേഖലയ്ക്ക് വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഗ്രാമീണ അഥവാ കർഷകർക്കായിട്ട് അനുവദിച്ചിട്ടുള്ള പദ്ധതികൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിലെ കമ്പനികൾക്ക് ഇൻഡയറക്ട്ലി ബാധിക്കും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടൊരു ഗുണം ഉണ്ടാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ഒരു പല തവണ തന്നെ നമ്മുടെ ഫോറത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതുവരെ പാദഫലങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുള്ള FMCG കമ്പനികളുടെ നോക്കുകയാണെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന നിലവിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് റൂറൽ മേഖലയിലെ റൂറൽ ഡിമാൻഡിൽ നിന്നുള്ളൊരു റിവൈവൽ കാണാൻ സാധിക്കാത്തതാണ്. സ്വാഭാവികമായിട്ടും ലാർജ് മാസസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ മേഖലയിലേക്ക് ഒരു ഉണർവും ഇപ്പോൾ റൂറൽ ഡിമാൻഡ് റിവൈവ് ചെയ്യുക എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കർഷകർക്ക് നൽകിയിട്ടുള്ള പദ്ധതികൾ FMCG മേഖലയിൽ ഒരു ഉണർവുണ്ടാക്കി എന്ന് പറയാൻ 0.8% നേട്ടത്തോടു കൂടിയാണ് ഇപ്പോൾ FMCG മേഖലയിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. അനിൽ പറഞ്ഞതുപോലെ ഓഹരി വിപണിയിൽ ബഡ്ജറ്റ് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഓഹരി വിപണിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് മൈഫിൻ ഇൻഹൗസ് എക്സ്പേർട്ടായ പ്രദീപ് ചന്ദ്രശേഖർ നമ്മോടൊപ്പമുണ്ട്. ശ്രീ പ്രദീപ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഓഹരി വിപണിയിൽ ഉണ്ടാകുന്നത്? ഏതൊക്കെ ഓഹരികളിലാണ് ഈ ബഡ്ജറ്റ് പ്രതിഫലിക്കാൻ സാധ്യതയുള്ളത്? From what I can see, മാർക്കറ്റില് കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റും ഈ ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട, വിച്ച് ഇസ് വെരി വെരി നാച്ചുറൽ. ഇതൊരു ഇടക്കാല ബഡ്ജറ്റാന്നുള്ള ഒരു കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ്സും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ടാക്സ് സ്ലാബ്സോ ടാക്സ് റേറ്റിലും ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരേ ഒരു സെക്ടർ ഇപ്പൊ നമുക്ക് ഒരല്പം പുതിയ ബൈ കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് അഗെയിൻ ഇൻ ദ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ അരമണിക്കൂറിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ഓൺലി സെക്ടർ വേർ ദർ ഇസ് എ ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ്. റെയിൽവേ സെക്ടറാണ് ഏറ്റവും അധികം പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. റെയിൽവേ ഓഹരികളിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ കാര്യമായ നേട്ടങ്ങൾ ആ സെക്ടറിൽ ഉണ്ടായിട്ടില്ല. ബാങ്കിങ് മേഖലയിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്? ജെയിംസ്, ബാങ്കിങ് മേഖലയിൽ അഗെയിൻ കാര്യമായിട്ട് ഒരു അനൗൺസ്മെന്റ് ഒരു സെക്ടറിലും ഇല്ലെങ്കിൽ പോലും ദ മെയിൻ ഫാക്ടർ ഇസ് ദാറ്റ് ഈ കഴിഞ്ഞ 2-3 സെഷൻസിൽ നമ്മൾ ബാങ്കിങ് സെക്ടറിൽ ഒരു ചെറിയ വോളറ്റിലിറ്റി കണ്ടിരുന്നു. ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലൊക്കെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും വാട്ട് വി ആർ സീയിങ് ഇസ് പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ തിരിച്ചൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. പർട്ടിക്കുലർലി ചെറിയ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ലൈക്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് എക്സെട്ര. അതുപോലെ തന്നെ ഏവിയേഷൻ ടർബൽ ഫ്യൂവലിൻ്റെ നിരക്ക് കുറയ്ക്കുമെന്നൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മെട്രോ വികസനത്തിന് കൂടുതൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രഖ്യാപനങ്ങളുണ്ട്. ഈ തരത്തിൽ ഓഹരി വിപണിയിൽ ഇത് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ. അഗൈൻ നമുക്ക് ആസ് ഓഫ് നൗ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ കൈവശമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു മേജർ പോളിസി സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ആക്ച്വലി കട്ട് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടല്ല,
അത് എല്ലാ കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ ഡീസൽ പെട്രോളിന്റെ ഒക്കെ വില കൂട്ടുന്നതും കുറയ്ക്കുന്നതും പോലെ തന്നെ ATFന്റെ ഫ്യൂവലും ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റിന് അനുസരിച്ച് വില മാറ്റാറുണ്ട്. സോ നാച്ചുറലി ലിസ്റ്റഡ് എയർലൈൻ കമ്പനീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിഗോ എയർലൈൻസ് ആൻഡ് സ്പൈസ് ജെറ്റ് മാത്രമേ ഉള്ളൂ. അതിലും അഗെയിൻ ഐ ഡോണ്ട് തിങ്ക് പർട്ടിക്കുലർലി നമുക്ക് ഇതിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇന്ന് കിട്ടുമെന്ന്. ബട്ട് ഫ്രം ദ ബഡ്ജറ്റ് പെർസ്പെക്റ്റീവ് ഒരേ ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫൈനാൻസ് മിനിസ്റ്റർ ടൂറിസത്തിലോട്ട് ഒത്തിരി ഒരു ത്രസ്റ്റ് കൊടുക്കണം എന്ന് ഫൈനാൻസ് മിനിസ്റ്റർ ഒരു അനൗൺസ്മെന്റ്സ് നടത്തിയിരുന്നു. ആൻഡ് ടൂറിസം മേഖലയിൽ എസ്പെഷ്യലി ഐ തിങ്ക് ഡൊമസ്റ്റിക് ടൂറിസത്തിന് ഐ തിങ്ക് പുതിയ ബഡ്ജറ്റ് വരുന്ന സമയത്ത് ദർ വിൽ ബി എ ലോട്ട് ഓഫ് ട്രസ്റ്റ്. സോ നാച്ചുറലി അങ്ങനെ ട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രി ആൻഡ് ഡെഫിനറ്റ്ലി ദ എയർലൈൻ ഇൻഡസ്ട്രിക്ക് അതൊരു വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. തീർച്ചയായും. അതോടൊപ്പം തന്നെ കൽക്കരി ഗ്യാസിഫിക്കേഷനും ദ്രവീകരണത്തിനും വേണ്ടിയിട്ട് പദ്ധതി വരുന്നുണ്ട്. അതിനുവേണ്ടി ഫണ്ട് നീക്കിയിരുത്തിയിട്ടുണ്ട്. പ്രകൃതിവാതകം, മെഥനോൾ, അമോണിയ എന്നിവയുടെ ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബഡ്ജറ്റിൽ നീക്കമുണ്ടായിരിക്കുന്നത്. ഇത് ഈ തരത്തിൽ ഓഹരി വിപണിയിൽ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുള്ളതല്ലേ? അഗൈൻ അതിനുള്ള ഒരു ഇൻഡിക്കേഷൻ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. സോ ഐ തിങ്ക് എല്ലാവരും അതിന്റെ ഫൈനൽ ലൈൻസ് പഠിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. പ്രദീപ് ചന്ദ്രശേഖരാണ് നമ്മളോട് ഓഹരി വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു ടാക്സ് കളക്ഷനെ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുപോലെ GST സംബന്ധിക്കുന്ന പരാതികളിൽ പരിഹാരമുണ്ടാക്കും. അത് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കുമെന്ന് ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ചിട്ട് എന്താണ് കൂടുതലായി സംസാരിക്കാനുള്ളത്? അഡ്വക്കേറ്റ് ഹരിഹരൻ. യെസ്, അതോടൊപ്പം തന്നെ അതിലേക്ക് കടക്കണേക്കാൾ മുമ്പ് 93-ാമത്തെ പാരഗ്രാഫിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി 1962 മുതൽ റീകൺസിലേഷൻ ആകാതെ കിടക്കുന്ന പെൻഡിങ് എമൗണ്ടുകളെ റൈറ്റ് ഓഫ് ചെയ്യാൻ ഒരു പ്രപ്പോസൽ പറഞ്ഞു. അത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ അടച്ചിട്ടുണ്ടാകാം, റീകൺസിലേഷൻ നടക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ കൊണ്ട്, TDS. അങ്ങനെ 2009-10 ഫിനാൻഷ്യൽ ഇയർ വരെയുള്ള കാര്യങ്ങളിൽ 25,000 രൂപ വരെ റൈറ്റ് ഓഫ് ചെയ്യാനും, അതിനുശേഷം 14-15 വരെയുള്ള കാലഘട്ടങ്ങളിൽ 10,000 രൂപ വരെ അത് എഴുതി തള്ളും. അതിനിപ്പോൾ ഒരു ഡിമാൻഡ് വരില്ല എന്നുള്ളത് ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സാലറീഡ് സർക്കിളിലുള്ളവർക്ക് അത് വളരെ ഗുണകരമാണ്. ആ ഒരു കാര്യം അതിൽ നല്ല പ്രപ്പോസലാണ്. പിന്നെ ടാക്സ് പ്രപ്പോസലായിട്ട് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അതിലൊരു പ്രത്യേക കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു ബഡ്ജറ്റിലൂടെ ടാക്സ് റേറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും GSTയിൽ പറ്റൂല. GSTയിലേക്ക് എന്തെങ്കിലും ഒരു പ്രപ്പോസൽ ഉണ്ടെങ്കിൽ ആ പ്രപ്പോസൽ GST കൗൺസിലിലൂടെ പോയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ബഡ്ജറ്റിലൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റംസ് ഡ്യൂട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അതൊന്നും ടച്ച് ചെയ്തിട്ടില്ല. അപ്പോ ഒരു കൺസിസ്റ്റന്റ് വ്യൂ നേരത്തെ ഉള്ളത് തന്നെ തുടരാണ്. ഒരു എലക്ഷൻ ബഡ്ജറ്റിലേക്കുള്ള ഒരു ഒന്നും ഇതിലേക്ക് വന്നിട്ടില്ല. അത് ഒരു അശാവഹമായ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് തന്നെയാണ്. ഇപ്പോൾ മാത്രമല്ല, ഇന്റർനാഷണൽ എഗ്രിമെന്റിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു ബഡ്ജറ്റിലൂടെ ഓഫർ കൊടുക്കുന്നതിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു എക്കണോമിസ്റ്റ് എന്നുള്ള നിലയിൽ മാഡം അത് മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലത് തന്നെ. GST പോലുള്ള കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നടപടികൾ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കി അതിന്റെ ഷെഡ്യൂളും എന്താണ് അതിൽ പ്രപ്പോസൽ എന്നൊക്കെ അതിന്റെ ബാക്കി ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട മറ്റുള്ള രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിവേ, ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് പെട്രോള് ഒക്കെ കൊണ്ടുവരാനൊന്നും ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ GST ആക്ടിലുള്ളതാണത്. അതുകൊണ്ട് അത് കൊണ്ടുവരാനൊക്കെ എളുപ്പമായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച വിപ്ലവകരമായ ഒരു മാറ്റം അതായിരുന്നു. അത് കിട്ടാത്തത്, അത് കൊണ്ടുവരാത്തത്, പെട്രോളും ഡീസലും GSTയിൽ കൊണ്ടുവരാത്തത് പ്രത്യേകിച്ച് അത് കൊണ്ടുവരാവുന്ന ഒരു കാര്യമായിരുന്നു. അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇലക്ഷനെയും കൂടി ഉള്ള കാരണം പെട്രോളും ഡീസലും ഒക്കെ സ്റ്റേറ്റിന് വരുമാനം കിട്ടുന്ന, സ്റ്റേറ്റിന്റെ ഒരു വിഷയമായതുകൊണ്ട് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ അടുത്ത ഫുൾ ബജറ്റ്
അവതരിപ്പിക്കുന്ന ധനകാര്യമന്ത്രി അത് ചെയ്തോട്ടെ എന്നുള്ള നിലയിലായിരിക്കാം ധനകാര്യമന്ത്രി അതിൽ ടച്ച് ചെയ്യാതിരുന്നത്. തീർച്ചയായും ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. ഇൻഡയറക്ട് ടാക്സിലും ഡയറക്ട് ടാക്സിലും ഉണ്ടായ ഇമ്പാക്ട് തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റിൽ അത് പ്രതിഫലിക്കും. അതെങ്ങനെയാണെന്ന് വളരെ വിശദമായി പറയേണ്ട കാര്യമുണ്ട്. തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റ് അതിൽ ഒരു ചെറിയ നെഗറ്റീവ് അനക്കം തന്നെ ഉണ്ടായി എന്ന് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇൻഡയറക്ട് ടാക്സിൽ GST നമ്മൾ നയപരമായ കുറെ സമീപനങ്ങളിലും കുറെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും ഇപ്പൊ വ്യക്തമല്ല. ഒരുപക്ഷെ അതിന്റെയൊക്കെ പ്രപ്പോസൽസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനക്സേഴ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻകം ടാക്സിൽ നമ്മൾ കുറേയേറെ പ്രതീക്ഷിച്ചു. ഒന്നും നടപ്പാക്കില്ല. ഒരു മാറ്റവും ടാക്സ് പ്രപ്പോസലിൽ ഞാൻ വെക്കുന്നില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഒരു കാര്യം പറയുന്നു, ഈസ് ഓഫ് ലൈഫും ഈസ് ഓഫ് ഡൂയിങ് ലൈഫും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും പ്രോത്സാഹിപ്പിക്കുക. അത് കുറച്ച് പോസിറ്റീവ് ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരുമെന്നും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞു. അതില് ടാക്സ് പ്രപ്പോസലിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി സ്ലാബ് റേറ്റിൽ ചേഞ്ച് പ്രതീക്ഷിച്ചു. അത് ആ ഭാഗം ഒത്തിരി നിരാശാജനകം തന്നെയാണ്. ഇന്ററിം ബഡ്ജറ്റ് ആണെങ്കിൽ പോലും ടാക്സ് പ്രപ്പോസലിൽ ഒരു ചെറിയ മാറ്റമൊക്കെ ഇറ്റ് ഈസ് ദ റൈറ്റ്. ഈ ഇൻഫ്ലേഷനൊക്കെ ഇത്രയും നിൽക്കുന്ന സമയത്തൊക്കെ അതൊരു ആവശ്യമായിരുന്നു. അത് ചെയ്തില്ല. പിന്നീട് മൊത്തത്തിൽ പ്രത്യേകിച്ച് ഒരു അനക്കം കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇന്ന് രാവിലെ തന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ ഗ്യാസ് സിലിണ്ടറിന്റെ വില കൂട്ടിയെന്നാണ്, 15 രൂപ കൂട്ടിയെന്നാ പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റിന്റെ അന്ന് അത് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് പൂർണ്ണമായിട്ടും തിയറിയെയും ആ വശത്തേക്കൂടി ഒരു കോംപ്രമൈസും വേണ്ട എന്ന ഒരു സ്റ്റാൻഡിലൂടെ പബ്ലിക്കിനെ കയ്യിലെടുക്കാൻ വേണ്ടുന്ന നടപടികളിലേക്കല്ല ശ്രദ്ധിക്കുന്നത്. ഒരു കൺസിസ്റ്റന്റ് എക്കണോമിയിലേക്കുള്ള ഒരു പോക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു എക്കണോമിസ്റ്റ് കൂടിയായ ധനകാര്യമന്ത്രിയുടെ ബഡ്ജറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതീക്ഷിച്ച അത്രയും കിട്ടിയില്ല, പക്ഷെ ഒരു മോശം ബഡ്ജറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പ്രതീക്ഷ നമുക്കുണ്ടാവുമ്പോഴാണല്ലോ നമുക്കതിലൊരു കിട്ടാതിരിക്കുമ്പോൾ ഒരു വിഷമം വരുന്നത്. ഏതായാലും നമുക്ക് വിശദമായിട്ട് ഈ കാര്യങ്ങൾ അനക്സറിലൂടെ മറ്റുള്ള പട്ടികകളിലൂടെയൊക്കെ പഠിക്കേണ്ടതുണ്ട്. അതെല്ലാം വായിച്ചാലേ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുള്ളൂ. ഏതായാലും പ്രതീക്ഷിച്ച ഗുണങ്ങൾ ബഡ്ജറ്റിൽ GST-യിലായാലും ഇൻഡയറക്ട് ടാക്സിലും ഡയറക്ട് ടാക്സിലും ഞാനൊക്കെ പ്രതീക്ഷിച്ച പോലെ ആയിട്ടില്ല. ഒരു പക്ഷേ GST-യിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ ഉള്ള GST സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ GST കൗൺസിലിലൂടെ കൊണ്ടുവരാനായിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് റിട്ടേൺ റിവൈസ് ചെയ്യേണ്ടത് ഒരു അടിസ്ഥാന ആവശ്യമാണെന്ന് പല രീതിയിലും ആ ഒരു ഫെസിലിറ്റി ഇല്ലാത്തത് വലിയ പ്രശ്നമാണ് എന്ന് പല തലത്തിലും അവതരിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ടൈം കഴിഞ്ഞ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നത് എടുത്ത ബിസിനസ്സുകാര് കോടിക്കണക്കിന് ബിസിനസ്സുകാർ ഇന്ത്യയിൽ ബുദ്ധിമുട്ടുകയാണ്. അതിനൊരു പരിഹാരം ഒരുപക്ഷെ ആ പരാതികളൊക്കെ GST കൗൺസിലിലൂടെ കൊണ്ടുവരാൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. എങ്കിലും കുറച്ചുകൂടി വ്യക്തമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് GST-യുമായി ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ സമയപരിധി പോലും സാറിന് ഇടപെടുകയാണ്. ഇപ്പം സാറിന് നിരാശാജനകം, നികുതി വിദഗ്ധൻ എന്ന നിലയിൽ വളരെ നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ പോലും അടുത്ത ജൂലൈയിലേക്ക് ഒരു ഫുൾ ഫ്ലഡ്ജ് ബഡ്ജറ്റ് വരാനിരിക്കെ കൂടുതൽ മാറ്റങ്ങൾ അതിൽ പ്രതീക്ഷിക്കാം എന്നുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സാറിൻ്റെ വേർഡ്സ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ പ്രദീപ് സാറിലേക്ക് തിരിച്ചു വരികയാണ്. സാറിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗ്രീൻ എനർജി അഥവാ EV മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു പോസിറ്റീവായിട്ടൊരു അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. EV എക്കോ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുമെന്ന്, CNG പോലെയുള്ള ഗ്യാസുകൾ, നാച്ചുറൽ ഗ്യാസുകൾക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഒരു കൂടുതൽ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ ആ ഒരു പദ്ധതിയുടെ ഒരു പ്രഖ്യാപനത്തിൻ്റെ ഒരു ഉത്തേജനം നമുക്കിപ്പോൾ ഓഹരികളിലും കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും KPI ഗ്രീൻ എനർജി എന്നൊക്കെ പറയുന്ന ആ സ്മോൾ ക്യാപ് സ്പേസിലുള്ള ഓഹരികൾ വലിയ തോതിൽ സർവ്വകാല ഉയരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏകദേശം 7.5% ഉയർന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സുസ്ലോൺ, ഐനോക്സ് തുടങ്ങിയ ഓഹരികളെല്ലാം തന്നെ വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട ഓഹരികളിൽ ഇനി മുന്നോട്ടേക്ക് സർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു ബഡ്ജറ്റിന്റെ എങ്ങനെയാണ് ഈ ഓഹരികളെ ഇമ്പാക്ട് ചെയ്യാൻ സാധിക്കുക? അനില പറഞ്ഞ ഈ പറയുന്ന എല്ലാ എനർജി സ്റ്റോക്സിലും ഓൾറെഡി കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസമായിട്ട് നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. KPI ഗ്രീൻ നോക്കുകയാണെങ്കിൽ
ഡിസംബർ അവസാനത്തോടു കൂടി അറൌണ്ട് 1200 രൂപയിലായിരുന്നു അതിന്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ട്രേഡിംഗിൽ തന്നെ അതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 1800 രൂപ വരെ എത്തിയിരുന്നു. ആൻഡ് സുസ്ലോൺ എനർജിയുടെ കേസിലും ഇന്നലെയും ഇന്നും അത് അപ്പർ സർക്യൂട്ട് ബ്രേക്കിൽ അത് ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ ഇത്തരം സ്റ്റോക്സ് നമ്മുടെ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് അഗെയിൻ നമുക്കൊരു കറക്ഷൻ നടക്കാതെ ഈ സ്റ്റോക്കിൽ ഒന്നും തന്നെ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. ബഡ്ജറ്റിൻ്റെ പ്രസംഗം 1 മണിക്കൂർ കൊണ്ട് ധനമന്ത്രി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 2047 ഭാരതം ഒരു വികസിത രാഷ്ട്രമായി മാറും എന്ന അവകാശവാദം ധനമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് കാര്യമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ബഡ്ജറ്റാണ്. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല, നിലവിലത്തെ നിരക്കുകൾ തന്നെ തുടരുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. റെയിൽവേ സെക്ടറിനും ഡിഫൻസിനും മറ്റും പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ ഒട്ടേറെ പദ്ധതികൾ വരുന്നുണ്ട്. 3 റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന ഊർജം, ധാതു, സിമൻറ്റ് ഇടനാഴിയാണ് വരുന്നത്. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നിട്ടുള്ളത്. നിലവിലുള്ള ഇടനാഴികൾ നവീകരിക്കും. അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായിട്ട് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. GST സമാഹരണം ഊർജിതപ്പെടുത്തും. GST സംബന്ധിക്കുന്ന പരാതികൾക്ക് വളരെ വേഗത്തിൽ പരിഹാരം കാണും. ഏവിയേഷൻ ടർബൽ ഫ്യൂവലിൻ്റെ വില കുറച്ചിട്ടുണ്ട്. ഏവിയേഷൻ മേഖലയ്ക്ക് പ്രത്യേക പദ്ധതികളുണ്ട്. വ്യാപാര വ്യവസായ മേഖലകൾക്ക് ഫലപ്രദമായ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. യുവാക്കൾക്കും സ്ത്രീകൾക്കും ഊന്നൽ നൽകുന്ന അവരുടെ സ്ത്രീ ശാക്തീകരണത്തിന് പ്രചോദനമാകുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ തരത്തിൽ നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ പോസിറ്റീവായ ഒരു അപ്രോച്ചാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതേക്കുറിച്ച് ഇനി അനിൽ എന്താണ് വിലയിരുത്തുന്നത്? യെസ്, അതിനോടൊപ്പം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ജെയിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാൽ ഇപ്പോൾ 2047 അമൃതകാൽ എന്ന ഒരു ഇന്ത്യ ഒരു വികസിത രാജ്യം ആകും എന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട് എന്ന് പറയുന്നത് അവരുടെ ഒരു ധനക്കമ്മിയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഏറ്റവും അധികം അനലിസ്റ്റുമാരും നിക്ഷേപകരും നിരീക്ഷിച്ചു കൊണ്ടിരുന്ന വാച്ച് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഈ ഒരു ധനക്കമ്മിയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന എന്താണ് എന്നുള്ളത്. 2023 ബഡ്ജറ്റിലെ കണക്കുകൾ പറയുകയാണെങ്കിൽ ഈ 2024 സാമ്പത്തിക വർഷത്തിൽ 5.9% ആയിട്ട് കുറയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ GDP-യുടെ 5.8% ഇപ്പോൾ ധനക്കമ്മിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല 2025-26 അത് അടുത്ത സാമ്പത്തിക വർഷത്തിലെ എസ്റ്റിമേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിലും 5.1%ആയിരിക്കുമെന്ന്. ഒരു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 4%-ലധികം, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 4.5%-ആയിട്ട് 2025-26 കാലഘട്ടത്തിൽ ക്യാപിറ്റൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി ഫൈനാൻഷ്യൽ ഡെഫിസിറ്റ് കുറയ്ക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് എത്താൻ ഇനിയും ധാരാളം കടമ്പകൾ മുന്നേ കടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്.